ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞു ഞാൻ രാവിലത്തെ വെച്ച് പറഞ്ഞത്. രാവിലെ നല്ല മഴയുടെ കോളുമുണ്ട്, നല്ല വെയിലുമുണ്ട്. അപ്പം കുളത്തൂപ്പുഴയ്ക്കാണ് യാത്ര. അപ്പം പോകുന്ന വഴി എടുക്കാൻ പാടാം, ബൈക്ക് പിന്നെ നിർത്തി എടുക്കേണ്ടി വരും. അപ്പം ഞാൻ കുളത്തൂപ്പുഴ എത്താറാകുമ്പം കുറച്ച് വീഡിയോസ്, നല്ല പ്ലേസൊക്കെ കാണുമ്പോൾ ഉള്ള വീഡിയോസ്, സ്ഥലത്തെ വീഡിയോസ് എടുക്കാം. എന്നിട്ട് കുളത്തൂപ്പുഴയിലെ കുറച്ച് ക്ഷേത്രവും അവിടുത്തെ ആറൊക്കെ നല്ല കാണാനൊക്കെ നല്ല സെറ്റപ്പാണ്. അവിടെ ചെല്ലുമ്പോഴത്തേന് മഴയാവാതിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങൾ. ഓക്കെ ഗൈസ്, നമ്മൾ കുളത്തൂപ്പുഴ ടൗണിലെത്തി ഗൈസ്. കേട്ടോ, ഇനി നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ടൊന്ന് പോവാം. ക്ഷേത്രത്തിനടുത്ത് ഗൈസ്, ഇതാണ് കുളത്തൂപ്പുഴ ക്ഷേത്രം. ആറൊക്കെ ഇതാണ് കേട്ടോ ഗൈസ്. അടിപൊളി എന്താണ് ക്ലൈമറ്റാണ്. നമ്മൾ രാവിലെ വൈകിട്ടൊക്കെ വന്നാൽ സെറ്റാവും കേട്ടോ. കുളക്കടവിൽ പോയാൽ മീനെ കാണാൻ തോന്നും. നോക്കട്ടെ ഗൈസ്, മീനിൻ്റെ ഇത് ഞാനൊന്ന് സൂം ചെയ്ത് നോക്കണം ഗൈസ്. അപ്പം കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. കുറച്ച് വെള്ളമൊക്കെ അനങ്ങുന്ന കുറച്ച് അവിടെ മീനിൻ്റെ, എനിക്ക് അങ്ങോട്ട് ഇറങ്ങിയില്ല, നല്ല വെയിലുണ്ട്. ആരൊക്കെ അവിടെ നിന്ന് മീൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഫുഡ് ഇട്ട് കൊടുക്കുന്ന, ഫുഡെന്ന് വെച്ചാൽ മീനൂട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടാണ് കറക്റ്റ് മീൻ. അപ്പോൾ നമ്മൾ കുളത്തൂപ്പുഴയിൽ നിന്ന് വിട്ട് പിന്നെ നമ്മൾ നേരെ തെന്മല റൂട്ട് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പ്ലാനൊന്ന് ചേഞ്ച് ചെയ്തതാണ്. തെന്മല ഇവിടെ ബ്ലോക്കാക്കിയതാണ്. ചേച്ചി തണലുള്ളിടത്തൊന്ന് നിർത്തിയതാണ്. ഇനി അങ്ങോട്ട് നല്ല ക്ലൈമറ്റൊക്കെയാണ് കേട്ടോ. ഞാൻ തെന്മല റോഡിലോട്ടാണ് കയറുന്നത്. കുളത്തൂപ്പുഴയിൽ നിന്ന് തെന്മല നല്ല സൂപ്പർ എന്താ ഫോറസ്റ്റിൻ്റെ, അത് കാടിനിടയിൽ കൂടെ ഉള്ള റോഡാണ്. നല്ല രസമാണ്, യാത്ര ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും കാണാൻ പറ്റുന്നതൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. ആ വഴിക്ക് ഇറങ്ങി ഞാൻ പുനലൂർ വഴിയാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വന്നത് അഞ്ചൽ നിന്നാണ് കുളത്തൂപ്പുഴ കയറി വന്നത്. അതായത് കുണ്ട്രയിൽ നിന്ന് നേരെ ഓയൂർ, ആയൂർ, അഞ്ചലിൽ നിന്ന് അടിപൊളിയാണ് കേട്ടോ ഈ കുളത്തൂപ്പുഴയ്ക്ക് വരാൻ. ഇപ്പം ഞാൻ ഇനി തെന്മലയ്ക്കുള്ള റോഡാണ് കേട്ടോ ഗൈസ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ, സൂപ്പർ പ്ലേസ്. കാടും അരുവികളും, എന്താ ഇവിടെ ഇറങ്ങാൻ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി വരാം. അത് റോഡാണ്, ഒരു കോൺക്രീറ്റ് റോഡാണ്. നമുക്കത് ആ പാറയുടെ അവിടെയൊക്കെ പോയി നിന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിന്ന് ചിലപ്പോൾ ഞാൻ മഴയത്ത് പെട്ടുപോകും. അതുകൊണ്ട് ഞാൻ റോഡിൽ നിന്നുകൊണ്ടുള്ള വ്യൂസാണ് എടുക്കുന്നത്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഓക്കെ, അടിപൊളി സ്ഥലമാണ് കേട്ടോ. അടിപൊളി സൈറ്റാണ് ഗൈസ്. ആ രണ്ട് സൈഡിലും റബ്ബർ മരങ്ങളാണ് വേണ്ട, അടിപൊളി. നമ്മളിവിടെ നിലമ്പൂർ റോഡൊക്കെ പോകുന്ന അതേ റൂട്ട് വേണ്ട, അടിപൊളി. നല്ല തണുത്ത ക്ലൈമറ്റാണ് കേട്ടോ. സന്ധ്യ സൈഡിലെല്ലാം പൊളിമരങ്ങളും തണൽ മരങ്ങളും ഒരുപാടുണ്ട്. ഇതാ അടിപൊളി പ്ലേസ്. വേറെയുള്ള നമുക്ക് 6 കിലോമീറ്റർ ഉണ്ട് കേട്ടോ തെന്മലയ്ക്ക്. കന്നഡ ഇറിഗേഷൻ പദ്ധതിയുടെ ആറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവിടെ വെച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഇനി തെന്മല എത്തുന്നതിന് മുമ്പ് ഇനിയും നല്ല ഇതിലുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ വീഡിയോയിൽ. ഈ ഉച്ച സമയത്ത് ഇതാണ്ട് കോട ഇറങ്ങി കിടക്കുന്നുണ്ടോ? ഉച്ച സമയത്ത് കറക്റ്റ് ഇതോ കോട ഇറങ്ങി കിടക്കുക. നല്ല കറക്റ്റ് ഇവിടെല്ലാം തണുത്ത കൂടി. കുറച്ച് ഇടയ്ക്കൊക്കെ ഇപ്പോൾ വന്ന വഴിക്കൊരു ചെറിയൊരു ടൗൺ പോലെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ചെറിയ ടൗണും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. രാത്രിയൊക്കെ ഈ ഇതിലൂടെ യാത്ര ബുദ്ധിമുട്ടായിരിക്കും. കഴിവതും വരുന്നത് പകൽ സമയത്ത് ഇതുവഴി പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. എല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വഴി പോകുന്നത് സൂപ്പറായിരിക്കും കേട്ടോ. അവർക്ക് നല്ല തണുത്ത ക്ലൈമറ്റാണ് കേട്ടോ. നല്ല ഉച്ച സമയത്ത് നല്ല തണുപ്പുണ്ട്. വ്യൂ ആണ് കേട്ടോ, കിടു വ്യൂ ആണ്. എന്താ ഇവിടെ വന്ന് നിന്ന് നോക്കിയാൽ നല്ല മലനിരകൾ മൊത്തം കാണാൻ പറ്റും. നമ്മൾ ആ കോട കണ്ട മലകളും എല്ലാം കാണാൻ പറ്റും കേട്ടോ. ശെന്തുരണി
എക്കോ ടൂറിസ്റ്റ് ഇതാണ് കേട്ടോ. ഇവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഡാം ഇതുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കയറിപ്പോയാൽ നമുക്ക് ഇതുവഴി കയറി പോവാം. ഇതാണ് ശെന്തുരുണി. നാളെ കുറവാണെന്ന് തോന്നുന്നു. വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും. കാടിൻ്റെ പശ്ചാത്തലത്തിൽ കയറി ഞാൻ ഇച്ചിരി ലോങ്ങിൽ നിന്ന് എടുക്കുന്ന അവിടെ ഒരു കുരങ്ങന്മാർ നിൽപ്പുണ്ട്. ഇനി ഫോണൊക്കെ പിടിച്ചു പറിച്ചുകൊണ്ട് പോയാലോ എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ലോങ് നിൽക്കുന്നത്. അവിടെ റോഡിലിരിപ്പുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട ഇരിക്കുന്നുണ്ട ആള്. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് എടുക്കാം. ഓക്കെ, അതാണ് തെന്മല ഡാം. കല്ലട, ആ കല്ലടയാറ് കണ്ട. ഞാനിപ്പോൾ പുനലൂർ റോഡിൽ കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ നേരെ വന്ന പുനലൂരാണ്. എൻ്റെ ബാക്കിലോട്ട് കിടക്കുന്നത് തെങ്കാശിക്കുള്ള റോഡാണ് കേട്ടോ. ആര്യങ്കാവ്, ചെങ്കോട്ട, തെങ്കാശിയാണ് നമ്മൾ നേരെ പോകുന്നത്. പാലരുവിയൊക്കെ പോവാം. ഞാൻ നേരെ എനിക്ക് പുനലൂരാണ് പോകുന്നത്. അപ്പോൾ അടിപൊളി മഴ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് ചെന്നിട്ട് ഇവിടെ ഒരു ഫുഡ് കഴിക്കാൻ കയറണം. അപ്പോൾ അവിടെ നിന്ന് ഉള്ള വിശേഷങ്ങളോടെ പങ്കുവയ്ക്കും. തെന്മലയിൽ നിന്ന് ഇങ്ങ് പുനലൂരോട്ട് വരുന്ന വഴി അടിപൊളി ഒരു പ്ലേസാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്കെല്ലാം വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇതിൻ്റെ മുകളിലൊക്കെ അടിപൊളി വ്യൂസ് കിട്ടും. ഞാൻ ഇവിടെ നിന്ന് താഴെ നിന്നുള്ള വ്യൂസ് കാണിച്ചു തരാം. എന്താ ഗൈസ്, എന്താ നമ്മുടെ കല്ലടയാറ് ഒഴുകുന്നതാണ്. നമ്മളിത് അങ്ങനെ കറങ്ങിയാണ് തെന്മല വഴി വന്നത്. ഞാൻ അവിടുന്ന് എടുത്ത മലയുടെ ഇപ്പുറത്തെ സൈഡ് കണ്ട ഗൈസ്. അവിടുന്ന് അതുവഴി കറങ്ങിയൊക്കെയാണ് വന്നത്. അതുകൊണ്ട് അടിപൊളി വ്യൂസാണ്. നമുക്ക് ഇതിലെ കൂടെ ആണെങ്കിൽ ഇറങ്ങി ഇതിൻ്റെ മുകളിൽ പോകാം. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയാൽ ഇതിൻ്റെ നല്ല വ്യൂസ് കിട്ടും. അടിപൊളി സൈറ്റ് കേട്ടോ ഗൈസ്. നല്ല വീട് എന്താ, നമ്മൾ തെന്മലയിൽ നിന്ന് പുനലൂർ വരുന്ന വഴിക്കാവും കുറുകുന്ന് എത്തുന്നതിന് മുമ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നല്ല ഫോട്ടോഷൂട്ടൊക്കെ സെറ്റായിട്ട് പറ്റും. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.